ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ വീട്ടിൽ ഒരു ടി വി വാങ്ങാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ പോയി. അപ്പോൾ സ്റ്റാൻഡ് എൻ്റെ 32 ഇഞ്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ടി വി സ്റ്റാൻഡിൽ 32 ഇഞ്ചിൻ്റെ രണ്ട് ലെഗും കറക്റ്റായിട്ട് ഫിക്സ് ആവില്ല, കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഒരു ടി വി സ്റ്റാൻഡൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു 6-7 രൂപ റേഞ്ച് ടേബിൾ വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ നെറ്റിൽ നോക്കിയപ്പോൾ വേറെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയാണ്. കാരണം എൻ്റെ വാളിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് വിൻഡോ ആണ് വരുന്നത്, പിന്നെ സൈഡാണ് ചുമര് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക, കോർണർ ടൈപ്പൊക്കെ സ്റ്റാൻഡ് വയ്ക്കുമല്ലോ, അത് വെക്കണ സമയത്ത് ലെങ്ത്ത് കുറച്ചും കൂടി സെൻറ്ററായിട്ട് കിട്ടില്ല. അപ്പോൾ ലെങ്ത്ത് ഉള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ കുറയാകുമ്പോൾ ലോഡ് വരുമ്പോൾ ചരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നെറ്റിൽ നോക്കിയ സമയത്താണ് കണ്ടത്, ബാക്കിൽ നമ്മൾ വാൾ മൗണ്ട് ചെയ്യണതിൽ തന്നെ നമുക്ക് സ്റ്റാൻഡ് കണക്ട് ചെയ്യാനുള്ള ടൈപ്പ് ഒന്ന് കണ്ടു. അപ്പോൾ ഞാൻ നോക്കി. അപ്പോൾ ആമസോണിലാണ് ഇത് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതൊരു 1004 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. റിവ്യൂസൊക്കെ നോക്കി, കുഴപ്പമില്ലാത്തത് കൊണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സിങ് കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഞാൻ ടി വിയുടെ ടെക്നീഷ്യൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇംപെക്സിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇംപെക്സിൻ്റെ ടി വിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ച് കൺഫേം ആക്കിയിട്ടാണ് ഞാനിത് വാങ്ങാൻ തന്നെ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവർ ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറയും. ചില ബ്രാൻഡ് അവർ തേർഡ് പാർട്ടി ബ്രാൻഡുകളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ചെയ്തു തരാൻ പറഞ്ഞു. അത്യാവശ്യം സ്ട്രോങ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നല്ല വെയിറ്റും തോന്നിയത്. പിന്നെ സൈസും ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നൊന്നും വലിയ ധാരണയില്ല. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ ബാക്കി ഇതിൻ്റെ ഇങ്ങനത്തെ രണ്ട് സാധനമുണ്ട്. ഇതാണ് ബേസായിട്ട് വരുന്നത്. ഇങ്ങനെ ബേസായിട്ട് വരും. ഇതാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. ഇത് ഞാൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് മിസ് കാര്യം. അപ്പോൾ ഇതിൽ സ്ക്രൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബൈ.